ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമാണോ? അപ്പോൾ ഇത് വൈകുന്നേരം ഇരുന്നപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് നേരെ ഉച്ചക്കത്തെ പരിപാടികൾ നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് സവാള, പച്ചമുളക്, അതുപോലെ തക്കാളി, അത് മാഗി ക്യൂബ് ഒക്കെ ഇട്ടിട്ട് നമ്മളെ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മൾ മന്തിയാണ് ഉണ്ടാക്കുന്നത്. ഒരു വെള്ളിയാഴ്ച ദിവസം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ചയക്കണ എടുത്ത് വെച്ചിട്ട് വിടാൻ വൈകിയതാണ്. അങ്ങനെ അതിക്ക് നമ്മൾ ഉണക്ക കുരുമുളക്, അതുപോലെ മന്തി മസാലയൊക്കെ ചേർത്തിട്ട് പിന്നെ ഉണക്ക നാരങ്ങ കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൈ കൊണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ കൈ കൊണ്ട് തന്നെ. ദമ്മിട്ട് കണ്ട് തന്നെയാണ് കേട്ടോ മന്തി വെക്കണത്. കഴിഞ്ഞതിൻ്റെ മുന്നേ ഞാൻ വെച്ച മന്തി അതിൽ അത് വേറെ രീതിക്കാട്ടോ ഉണ്ടാക്കിയത്. ഇതിൽ കുറച്ചും കൂടി സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഞാൻ മസാല കൂട്ടി വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്കൊന്നും കൂടി മസാല നമ്മൾ കൂട്ടി വെച്ചതൊന്നും കൂടി സെറ്റായി കിട്ടും. സൺഫ്ലവർ ഒഴിച്ചിട്ട് കുറച്ചൊരു വേവിൽ, പൊരിച്ചെടുക്കണ്ട, കുറഞ്ഞൊരു വേവിൽ നമുക്ക് ഒന്ന് എടുക്കട്ടോ ചിക്കന്. അതുപോലെ തക്കാളി സോസ് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പുറത്ത് നമ്മളെ റൈസിനുള്ള അരി വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം നല്ല പൊരിച്ചെടുത്തിട്ടില്ല, കുറച്ചൊരു വേവിൽ ചിക്കൻ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഏലക്കായി, അതുപോലെ പട്ട, ഗ്രാമ്പു ഇതൊക്കെ ചേർത്തിട്ട് ആണ് കേട്ടോ നമ്മൾ അരി വേവിച്ചെടുക്കുന്നതൊക്കെ. പിന്നെ എല്ലാവർക്കും അറിയണതാണ്. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ അതിക്ക് ദമ്മിട്ട് കൊടുക്കുകയാണേ. അപ്പോൾ കുറച്ച് മന്തി മസാലയും കൂടി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ, റൈസിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇതുപോലെ തന്നെ റൈസ് ലെയറായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. മറ്റേ കളർ പൊടി എപ്പോഴും ചേർത്ത് കഴിഞ്ഞാൽ അത് ഒക്കെയാണെങ്കിൽ നമുക്കാണ് ശരീരത്തിന് കേടാണല്ലോ. അപ്പോൾ ഞാൻ മുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി രണ്ടും കൂടി വേറെ വേറെ മിക്സ് ചെയ്തിട്ട് കുറച്ചൊരു കളറിന് വേണ്ടി, രണ്ട് വ്യത്യസ്ത കളർ കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മന്തി മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഒന്ന് ദമ്മിടാൻ വെച്ചു കേട്ടോ. പിന്നെ ചാർക്കോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, സൺഫ്ലവർ ഒഴിച്ചുകൊണ്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കണം അതേ ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റാണ്, ആ സ്മെല്ലും കൂടി ഉണ്ടാകുമ്പോൾ. അങ്ങനെ അതൊക്കെ സെറ്റായി വെച്ചു. പിന്നെ ഉച്ചക്ക് ഇതാ ഒക്കെ കഴിഞ്ഞു, നമ്മൾ മന്തി എടുത്തുട്ടോ. അപ്പോൾ നല്ല വിട്ട് തന്നെ അരി റൈസൊക്കെ നല്ല വൃത്തി തന്നെ പൊട്ടിപ്പിടിക്കാതെ നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മയോണൈസ് ഞാനിവിടെ ഉണ്ടാക്കിയതാണ്. ഇത് തൈര് വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ തൈര്, അതുപോലെ സൺഫ്ലവർ മാത്രം വെച്ചിട്ട് മുട്ട ഉപയോഗിക്കാതെ തന്നെ ഉണ്ടാക്കിയത്. അതിൻ്റെ റെസിപ്പി ഞാൻ വിടുന്നുണ്ട് ഒരു ദിവസം. അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അംഗൻവാടിയിൽ മോളെ ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഉൾപ്പെടുത്തിയതാണ് ഇതിൽ. അങ്ങനെ അംഗൻവാടിയിലൊക്കെ ചേർത്ത് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ കേട്ടോ.